ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എൻ്റെ മുൻപിൽ 2 ലക്ഷ്യങ്ങളേ ഉള്ളായിരുന്നു. ഒന്നുകിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ജോലി വാങ്ങിക്കുക. അതിനിപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് PSC വഴി ഗവൺമെൻറ് ജോലിക്ക് കയറുക. അതല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്നെയും കൊണ്ട് എന്തായാലും പറ്റില്ല. വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് മരിക്കുന്നതിന് തുല്യമാണ്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ എപ്പോഴും പ്രവർത്തിക്കുകയും വേണം, എന്നാൽ സ്റ്റേബിളായിട്ടുള്ളൊരു ജോലിയും വേണം, എന്നാൽ അടിമപ്പണി ആവാനും പാടില്ല. അതിന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല ജോലിയാണ് സർക്കാർ ജോലി. ഈ വീഡിയോയുടെ തമ്പനയിൽ വന്നിട്ടുള്ള 0 നിന്നും 84 മാർക്കിലേക്ക്, അതിന് നിങ്ങൾക്ക് ഡൗട്ട് വരാം അല്ലേ? കാരണം LDC അങ്ങനത്തെ എക്സാംസിനൊക്കെ 84 മാർക്കൊന്നും പോരാ, 90-ന് മുകളിലൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ എക്സാംസ് ആയതുകൊണ്ട് തന്നെ അത്രയും മാർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. 84 ഒക്കെ ഏകദേശം ടോപ്പാണ്, ഫസ്റ്റ് റാങ്കാണ്. പക്ഷെ നമ്മൾ അതായത് കോമൺ PSC എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 90-ന് മുകളിലേക്കൊക്കെ നന്നായിട്ട് മാർക്ക് വരണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 84 മാർക്കിൽ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. രണ്ടാമത്തെ കാര്യം 0 എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെയും PSC എക്സാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കട്ട് ഓഫിന് താഴെ വളരെ കുറവ് മാർക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം പഠിച്ചിട്ട്, അതായത് അതിൽ നിന്നുള്ള പരാജയങ്ങളിൽ നിന്നുള്ള ആ ഒരു പഠനത്തിൽ നിന്നാണ് ഞാൻ വീണ്ടും നന്നായിട്ട് പഠിച്ച് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് ഈ ഒരു മാർക്കിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ടോപ്പിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പഠിച്ചിട്ടുള്ള രീതികളൊക്കെ തന്നെ. നിങ്ങൾ പലരും അത് കേട്ടിട്ടും ഉണ്ടാവും. കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? കാരണം നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വീഡിയോ കാണുന്നത് മോട്ടിവേഷന് വേണ്ടിയിട്ടാവും. ആദ്യം ചെയ്തത് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളെയെല്ലാം ഉൾപ്പെടുത്തി നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തയ്യാറാക്കി. അതിൽ തന്നെ നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ തുടങ്ങി, ഓരോ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആക്റ്റീവായിട്ട്, ഇപ്പം നമ്മളൊരു 100 പേര് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 5 പേരെ ചിലപ്പോൾ ആക്റ്റീവായിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് എടുത്തുള്ളൂ. ആ 5 പേരെ വെച്ചിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. 5 പേര് ചേർന്നിട്ടാണ് പിന്നീടുള്ള സ്റ്റഡി എല്ലാം ചെയ്തത്. ദിവസവും ടോപ്പിക്സ് പറയുക, ആ ടോപ്പിക്സ് അനുസരിച്ച് പഠിക്കുക, എന്നിട്ട് വൈകുന്നേരം ക്വസ്റ്റ്യൻസ് ഇടുക. ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. നമുക്കറിയാത്ത പല കാര്യങ്ങളും ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയും. ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഒറ്റ കാര്യം ശ്രദ്ധിക്കാവൂ, ഒരുപാട് പേരെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ പഠിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ അതേ വേവ് ലെങ്ത്തിൽ പഠിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തി, വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ചെയ്തത്, എത്ര സമയം ഉറങ്ങണമെന്ന് തീരുമാനിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇനി 3-4 മാസമായിരിക്കും മുൻപിലുള്ളത്. ആ സമയത്ത് ഉറക്കം വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എപ്പോൾ വേണേലും ഉറക്കം വരാം അല്ലേ? അപ്പോൾ രാത്രിയിൽ എത്ര മണിക്കൂർ ഉറങ്ങണം, പകൽ എത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകൽ പലപ്പോഴും ഉച്ചയ്ക്ക് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കും. അതാകുമ്പോൾ 4 മണിക്ക് നല്ല ഫ്രഷായിട്ട് എഴുന്നേറ്റ് പഠിക്കാൻ കഴിയും. അതേപോലെ രാത്രിയിൽ എത്ര മണിക്ക് ഉറങ്ങണമെന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. ഒന്നുകിൽ 11 മണി അല്ലെങ്കിൽ 12 മണി, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. ആ രീതിയിലേക്ക് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പരീക്ഷ വരെ കറക്റ്റ് ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്ലാൻ ചെയ്തില്ലെങ്കിലും നമ്മൾ ഉറങ്ങും. പക്ഷേ ഇങ്ങനെ പ്ലാൻ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കും. 11 മണിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും. അതേസമയം പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ 12-1 മണി വരെയൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്ത കാര്യം ചെയ്തത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി കളക്ട് ചെയ്തു. അത് നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ശേഖരിച്ചിട്ട് കുറേയൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചു. കുറേയൊക്കെ നമുക്ക് സൈറ്റിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഗൂഗിളിൽ നിന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കും. ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനായിട്ട് ഞാൻ ഒരു ബുക്ക് റെഡിയാക്കി വെച്ചു. ആ ബുക്കിൽ ക്വസ്റ്റ്യൻസും ആൻസറും എഴുതി വയ്ക്കുമായിരുന്നു. ഡെയിലി അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. മറ്റ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നവർ മറ്റ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയിട്ട് ഇടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് പ്രയോജനപ്പെടും. പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എത്ര നേരത്തെ പഠിച്ചു തീരുന്നോ അങ്ങനെയുള്ളവർക്കാണ് PSC കിട്ടാൻ ചാൻസ് കൂടുതൽ. അല്ലാതെ അവസാന നിമിഷം പഠിക്കുന്നവർക്കല്ല. ആദ്യം പഠിച്ചു തീരുന്നവർ പിന്നെയും റിവിഷൻ ചെയ്യുകയും പിന്നെയും ഡൗട്ട്സ് ചോദിക്കുകയും പിന്നെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തിരക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവസാന നിമിഷം എല്ലാം മാറ്റി വയ്ക്കുന്നവർക്ക് PSC കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എത്രത്തോളം നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നോ അത്രയും നമുക്കതിൽ ഡീപ്പ് നോളജ് കിട്ടുകയാണ്. സോ മാക്സിമം നേരത്തെ പഠിച്ച് തീർക്കുക, എന്നിട്ട് മാക്സിമം ഡൗട്ട്സൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക, കൂടുതൽ കമ്പൈൻ സ്റ്റഡി ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു 1.5 മാസത്തിന് മുമ്പ് തന്നെ എല്ലാം പഠിച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1.5 മാസം നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ കഴിയുകയും ചെയ്തു.
ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ആ പഠനത്തിൻ്റെ ട്രാക്കിലോട്ട് കയറും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് എക്സാമിന് തലേന്ന് റാങ്ക് ഫയൽ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എക്സാമിന് പോയാൽ നമുക്ക് പാസ്സാവാൻ ചാൻസ് കുറവാണ്. നിങ്ങളിപ്പോൾ ലിസ്റ്റിൽ വരുമായിരിക്കും, പക്ഷേ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് ജോലിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീ പ്ലാൻഡായിട്ട് നന്നായിട്ട് പഠിക്കേണ്ടതാണ്.